ഇനിയിപ്പോൾ നാളെ രാവിലെയോടുകൂടി സ്കൂബ സംഘത്തിൻ്റെയും ഒപ്പം ഈ NDRFിൻ്റെയും തെരച്ചിൽ ഏത് നിലക്ക് പുനരാരംഭിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. RB സനൂപും കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സനൂപ്, നാവികസേന സ്ഥലത്തെത്തിയിട്ടുള്ളത് ആശ്വാസകരമാണ്. അവർ സ്ഥിതിഗതികൾ പഠിച്ചു മനസ്സിലാക്കിയിരിക്കുന്നു. നാളെ രാവിലെയോടുകൂടിയായിരിക്കും അവരുടെ ദൗത്യം ആരംഭിക്കുക. അവരെങ്ങനെ തുടങ്ങും, എവിടെ തുടങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നിലവിൽ വന്നിട്ടുണ്ടോ? ഈ 1.5 അടിയോളം ഒരാൾ പൊക്കത്തിൽ ഒരു പാറ കണക്കെ രൂപപ്പെട്ടിട്ടുള്ള ഈ മാലിന്യം എങ്ങനെ നീക്കുമെന്നുള്ള കാര്യത്തിൽ നാവികസേനയ്ക്ക് ഒരു വ്യക്തതയുണ്ടോ? എന്തെല്ലാം സാങ്കേതിക വൈദഗ്ധ്യം നേടിയ സംഘം ഈ നാവികസേനയ്ക്കൊപ്പം ഉണ്ടാകും? സൈഫുദ്ദീൻ, നാളെ രാവിലെ 6:30-ക്ക് തെരച്ചിൽ പുനരാരംഭിക്കും. സ്കൂബ സംഘത്തോടൊപ്പം നാവികസേനയും നാളത്തെ തെരച്ചിലിൽ പങ്കെടുക്കും. സോണാർ എന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നാവികസേന പരിശോധന നടത്തുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങളും മറ്റുമൊക്കെ എടുത്ത് എവിടെയാണ് കൃത്യമായിട്ട് ജോയി ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുറപ്പുവരുത്തി അതിനനുസരിച്ചുള്ള നീക്കമായിരിക്കും നാവികസേനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇറങ്ങി പരിശോധന നടത്തുന്നത് സ്കൂബ സംഘം തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മേയർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇന്ന് രാത്രി ഒരു ഒബ്സർവേഷൻ സംഘം, അതായത് നിരീക്ഷണ സംഘത്തെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം മഴ പെയ്തതിനാൽ ഇപ്പോൾ ആമഴിഞ്ഞാൻ തോട്ടിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടണലിൻ്റെ പുറകുവശത്ത്, അതായത് പുറകുവശത്ത് ഒരുപക്ഷെ ഈ എന്തെങ്കിലുമൊക്കെ വന്ന് അടിയാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് രാത്രിയും രാവിലെ പുലർച്ചെ വരെയും ഈ നിരീക്ഷണ സംഘത്തെ നിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ നാവിക സംഘം ഈ അപകടം നടന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഈ ടണലിൻ്റെ പുറകുവശമൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നിരീക്ഷണ സംഘത്തെ കൂടെ നിയോഗിക്കണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഇപ്പോൾ നിരീക്ഷണ സംഘത്തെ കൂടെ നിയോഗിച്ചിട്ടുള്ളത്. പരിശോധന രാവിലെ 6:30-ക്ക് തന്നെ തുടങ്ങും. നാവികസേനയുടെ ഉപകരണമായിട്ടുള്ള സോണാർ അടക്കം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നാളത്തെ പരിശോധന നടത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും ഇറങ്ങി പരിശോധന നടത്തുക ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘം തന്നെയായിരിക്കും. സൈഫുദ്ദീൻ. ശരി, നാവികസേന സ്ഥലത്തെത്തിയിരിക്കുന്നു. നാളെ രാവിലെയോടുകൂടി നാവികസേന അവരുടെ രക്ഷാദൗത്യം ആരംഭിക്കും. ഒപ്പം സ്കൂബ സംഘവും NDRFിൻ്റെയും ഒക്കെ തെരച്ചിൽ നാവികസേനയുടെ നിർദ്ദേശാനുസരണങ്ങളോടുകൂടി പുനരാരംഭിക്കുമെന്നും മനസ്സിലാക്കുന്നു. നിലവിൽ വിവിധ വകുപ്പിൻ്റെ മന്ത്രിമാർ അവിടെയുണ്ട്. അവരുടെയും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ നാളെ രാവിലെ രക്ഷാദൗത്യം പുനരാരംഭിക്കൂ. വിശദാംശങ്ങൾ നൽകിയത് RB സനൂപും ഹരിമോഹനും.